ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. UGC നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി എക്സ്പ്ലെയിനറാണിത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അന്തലുസിന്റെ ആകാശത്ത് തിളങ്ങി നിന്ന ഒരു വലിയ നക്ഷത്രത്തെക്കുറിച്ചാണ്. ഷാമിൽ മുത്തന്നബി എങ്ങനെയായിരുന്നോ അതുപോലെ അന്തലുസിൽ ഒരാളുണ്ടായിരുന്നു. അതെ, നമ്മൾ ഇബ്നു ദറാജ് അൽ കസ്തല്ലിയുടെ ലോകത്തേക്ക് കടക്കുകയാണ്. ഈ ഒരു വാചകത്തിൽ എല്ലാമുണ്ട് അല്ലേ? അക്കാലത്തെ ഏറ്റവും വലിയ സാഹിത്യ നിരൂപകന്മാരിലൊരാളായ അദ് ധാലിബി വെറുതെ ഒരാളെ എടുത്ത് മുത്തനബിയോട് ഉപമിക്കുവോ? ഒരിക്കലുമില്ല. ഒരു കവിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണത്. അപ്പോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അന്തലുസിലെ മുത്തനബി എന്ന പേര് വന്നത്? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഒരു എക്സ്പ്ലെയിനറിലെ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാല്, ആദ്യം ആരാണ് ഇബ്നു ദറാജ് എന്ന് നോക്കും. പിന്നെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലവും പശ്ചാത്തലവും, അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റായ മൻസൂർ ബിൻ അബി ആമിറുമായുള്ള ബന്ധം, ശേഷം പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അവസാനം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിഡ്ലൻ സമ്മറി. അപ്പൊ നമുക്ക് നേരെ ആദ്യത്തെ ഭാഗത്തേക്ക് പോകാം. അപ്പോ നമുക്ക് തുടങ്ങാം. ആരായിരുന്നു ഈ ഇബ്നു ദറാജ്? അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 3 പ്രധാനപ്പെട്ട വർഷങ്ങൾ നമുക്ക് ഓർത്തുവെക്കാം. ഹിജ്റ 347, അതായത് AD 958 അദ്ദേഹം ജനിക്കുന്നു. പിന്നെ വരുന്നത് ഹിജ്റ 383, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച വർഷം. അന്ന് അദ്ദേഹം മൻസൂറിനെ കണ്ടുമുട്ടുന്നു. അവസാനം ഹിജ്റ 421 AD 1030 അദ്ദേഹം മരണപ്പെടുന്നു. ഈ ഒരു കാലയളവിലാണ് അന്തലൂഷ്യൻ സാഹിത്യത്തിലെ ആ വലിയ കൊടുങ്കാറ്റ് വീശിയത്. ഇനി അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് നോക്കൂ. അബൂ ഉമർ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അൽ ആസി, അങ്ങനെ നീണ്ടുപോകുന്ന പേര്. അദ്ദേഹത്തിന്റെ പേരിന്റെ അവസാനം വരുന്ന ധരാജ് അദ്ദേഹത്തിന്റെ ഒരു മുതുമുത്തച്ഛന്റെ പേരിൽ നിന്നാണ് വരുന്നത്. ജനിച്ചത് ജയ്യാനിൽ, കുർത്തുബയിൽ. പക്ഷേ ഇവിടെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ ഒറിജിനാണ്. അദ്ദേഹം ഒരു ബർബർ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. സൻഹാജ എന്ന കരുത്തുറ്റ ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന്റെ പൂർവികർ താരിഖ് ബിൻ സിയാദിന്റെ കൂടെ അന്തലുസ് കീഴടക്കാൻ വന്ന സൈന്യത്തിലുണ്ടായിരുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. അപ്പോ ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം എങ്ങനെയാണ് കവിതയുടെ ലോകത്തെത്തിയത്? നമുക്ക് നോക്കാം. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ചുറ്റും നല്ലൊരു പഠനാന്തരീക്ഷമുണ്ടായിരുന്നു. അന്നത്തെ ഒരു രീതിയുണ്ടല്ലോ, ആദ്യം ഖുർആൻ ഹൃദിസ്ഥമാക്കും, കൂടെ കവിതകളും. അതുപോലെ തന്നെ അദ്ദേഹവും ചെയ്തു. പക്ഷെ അദ്ദേഹം അവിടെ നിർത്തിയില്ല. അറിവ് തേടി ജയ്യാനിലെ വലിയ പണ്ഡിതന്മാരുടെ സദസ്സുകളിൽ, അവരുടെ ഹൽക്കുകളിൽ പോയിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ അറിവ് കൂടുതൽ വികസിച്ചത്. അദ്ദേഹത്തിലെ കവിക്ക് മൂർച്ച കൂടിയതും അവിടെ വെച്ചാണ്. ഇനിയാണ് കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ്. ഒരുപക്ഷെ സാധാരണ ഒരു കവിയായി മാത്രം ഒതുങ്ങിപ്പോകുമായിരുന്ന ഇബ്നു ദറാജിന്റെ ജീവിതം മൊത്തത്തിലും മാറിമറിയുകയാണ്. എപ്പോ? അന്തലുസ് അടക്കി ഭരിച്ചിരുന്ന ഏറ്റവും ശക്തനായ ആ മനുഷ്യനെ, അൽ മൻസൂർ ഇബ്നു അബി ആമിറിനെ കണ്ടുമുട്ടുമ്പോൾ. അധികാരത്തിന്റെ ഇടനാഴികളിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര വെറും 3 സ്റ്റെപ്പുകളിലായിരുന്നു. ഇത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. സ്റ്റെപ്പ് 1, ഹിജ്റ 383 അദ്ദേഹം മൻസൂറിനെ കാണാൻ പോകുന്നു. സ്റ്റെപ്പ് 2, വെറും കൈയോടെയല്ല പോകുന്നത്, മൻസൂറിനെ പുകഴ്ത്തിക്കൊണ്ടുള്ളൊരു ഗംഭീര കവിതയുമായാണ് ചെല്ലുന്നത്. സ്റ്റെപ്പ് 3, അതായിരുന്നു റിസൾട്ട്. ആ ഒരൊറ്റ കവിത മതിയായിരുന്നു. അദ്ദേഹം മൻസൂറിന്റെ ഒഫീഷ്യൽ കവിയും എഴുത്തുകാരനുമായി മാറി. സിമ്പിൾ. ഇതാണ് ആ കവിതയുടെ തുടക്കം. അഴാഴഹ ഫജ്റുൻ നുഹ എന്നു തുടങ്ങുന്ന ഈ വരികളിലെ ആ ഒരു ഭംഗിയും ശക്തിയുമുണ്ടല്ലോ, അത് കേട്ട മൻസൂർ ശരിക്കും വീണുപോയി. ആലോചിച്ചു നോക്കൂ, ഒരു കവിയുടെ തലവര മാറ്റിയെഴുതിയ വരികളാണിത്. എന്നാൽ മൻസൂർ മാത്രമല്ല അദ്ദേഹത്തിന്റെ കഴിവ് തിരിച്ചറിഞ്ഞത്. അന്നത്തെ സാഹിത്യലോകം മുഴുവൻ അദ്ദേഹത്തെ അംഗീകരിച്ചു. വലിയ വലിയ പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, അന്തലുസിലെ ഏറ്റവും വലിയ പണ്ഡിതരിൽ ഒരാളായ ഇബ്നു ഹസം എന്താ പറഞ്ഞതെന്ന്. അന്തലുസിൽ ഇബ്നു ദറാജിനേക്കാൾ വലിയൊരു കവി ഉണ്ടായിട്ടില്ല. ആലോചിക്കണം, ഇതൊരു ചെറിയ സർട്ടിഫിക്കറ്റ് അല്ല. ഇനി ഇബ്നു ബസ്സാം അദ്ദേഹത്തെ വിളിച്ചത് ലിസാനുൽ ജസീറ എന്നാണ്.
അതായത് ഉപദ്വീപിന്റെ നാവ് അല്ലെങ്കിൽ ശബ്ദം എന്നൊക്കെ പറയാം. അബു ഹയ്യാൻ പറഞ്ഞതോ ആമിരി ഭരണകാലത്തെ കവികളിൽ ഒന്നാം സ്ഥാനക്കാരൻ ഇബ്നു ദറാജ് ആയിരുന്നു എന്ന്. ശരിക്കും ഇതിൽ കൂടുതൽ എന്തു വേണമല്ലേ? ഇബ്നു ഷുഹൈദിന്റെ ഈ ഒരു കമന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം ചോദിക്കുന്നത് എന്താണ് ഇബ്നു ദറാജിനെ സ്പെഷ്യലാക്കുന്നത് എന്നാണ്. ഉത്തരം ഇതാണ്: അദ്ദേഹത്തിന്റെ കവിതകൾക്ക് ഒരു പ്രത്യേക ഒഴുക്കുണ്ടായിരുന്നു. അത് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പുഴ ഒഴുകിപ്പോകുന്നതുപോലെ സ്വാഭാവികമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ കവിതകളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, രാജാക്കന്മാരെയും ഭരണാധികാരികളെയും പുകഴ്ത്തി എഴുതിയവ, അതിനെ സുൽത്താനിയാത്തെന്ന് പറയും. രണ്ട്, രാജകുടുംബത്തിലെ മറ്റു പ്രഭുക്കന്മാരെയും പ്രമുഖരെയും കുറിച്ചെഴുതിയവ, അതിനെ ഹാഷിമിയാത്തെന്ന് പറയും. ഈ രണ്ട് പേരുകളും എന്തായാലും ഓർത്തുവെക്കണം. അദ്ദേഹത്തിന്റെ കവിതകളെല്ലാം ചേർത്തുവെച്ച് ഒരു വലിയ ദീവാൻ, അതായത് ഒരു കാവ്യസമാഹാരം ഉണ്ടായിരുന്നു. അതിന് 2 ഭാഗങ്ങളുണ്ടായിരുന്നുവെന്നും വഫായാത്തുൽ അയ്യാൻ എന്ന പ്രശസ്ത ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. അതായത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പരീക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് ഓർത്തുവെക്കേണ്ടത് എന്നതിന്റെ ഒരു ചുരുക്കം. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഭദ്രമായിരിക്കണം. 1. അദ്ദേഹത്തിന്റെ വിളിപ്പേര് മുത്തനബ്ബി അൽ അന്തലൂസ്. 2. അദ്ദേഹത്തിന്റെ രക്ഷാധികാരി അല്ലെങ്കിൽ പാട്രൺ ആരായിരുന്നു? അൽ മൻസൂർ ബിൻ അബി ആമിർ. 3. അദ്ദേഹത്തിന്റെ വംശം ബർബറിലെ സൻഹാജ ഗോത്രം. 4. അദ്ദേഹത്തിന്റെ കവിതകളുടെ 2 തരംതിരിവുകൾ, സുൽത്താനിയാത്തും ഹാഷിമിയാത്തും. അവസാനം 5ാമത്തെ പോയിന്റ്, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 അഭിപ്രായങ്ങൾ, ഒന്ന് ഥാലിബിയുടേത്, 2 ഇബ്നു ഹസമിന്റേത്. ഈ 5 കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ മതി. ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈസിയായി ഉത്തരം നൽകാം. അപ്പോൾ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു ചോദ്യം സ്വയം ചോദിക്കാം. ഒരു വേള ഇബ്നു ദറാജ് അന്ന് അൽമൻസൂറിനെ കണ്ടുമുട്ടിയിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ചരിത്രത്തിൽ ഇത്രയും വലിയൊരു സ്ഥാനം അദ്ദേഹത്തിന് കിട്ടുമായിരുന്നോ? ഒരു പ്രതിഭയ്ക്ക് വളരാൻ കഴിവിനൊപ്പം നല്ല ഒരു പിന്തുണയും എത്രത്തോളം ആവശ്യമാണല്ലേ? അപ്പോൾ ഈ ഒരു ചിന്തയോടുകൂടി നമുക്കിന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.